നമസ്കാരം. രണ്ടാം തുടർ ഭരണത്തിൽ സർക്കാരിനുണ്ടായ ചില്ലറ കേടുപാടുകളും തകരാറുകളും ശരിയാക്കി അടുത്ത തിരഞ്ഞെടുപ്പിന് മുൻപ് ഒന്ന് മുഖം മിനുക്കാൻ ഒരുങ്ങുകയാണ് പാർട്ടി. ചിലരെ മാറ്റി ചിലരെ ഉൾപ്പെടുത്തി പാർട്ടി ഉഷാറാവുകയാണ്. ഇതിൻ്റെ ആദ്യപടിയായിട്ടാണ് മുൻ MLA-യും CPM സംസ്ഥാന കമ്മിറ്റി അംഗവും ജനപിന്തുണയുമുള്ള ക്ലീൻ ഇമേജുകാരനായ പ്രദീപ് കുമാറിനെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി ഇപ്പോൾ കൊണ്ടുവന്നത്. പിണറായിയുടെ നേതൃത്വത്തിൽ മൂന്നാം തുടർഭരണം ഉണ്ടാകുമെന്നും മാത്രമല്ല തിരഞ്ഞെടുപ്പിനെ ശക്തമായി തന്നെ നേരിടുമെന്നുമാണ് LDF കൺവീനർ TP രാമകൃഷ്ണൻ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായത്. തുടർച്ചയായ രണ്ടാം വിജയത്തിലേക്ക് കടന്നതു മുതൽ പിണറായിക്ക് പിൻഗാമി എന്നതിന് മരുമകനും പൊതുമരാമത്ത് മന്ത്രിയുമായ PA മുഹമ്മദ് റിയാസിന്റെ പേരാണ് പറയുന്നത്. ഇതിനെ ചൊല്ലി രാഷ്ട്രീയ എതിരാളികൾ ട്രോളുകളും പരിഹാസ രൂപേണയുള്ള ആക്ഷേപങ്ങളും ഉയർത്തിയിട്ടുണ്ട്. മാത്രമല്ല പല മുതിർന്ന നേതാക്കളെയും കടത്തിവെട്ടിയാണ് റിയാസിനെ മന്ത്രിയാക്കിയതെന്നും പാർട്ടിക്കകത്ത് സംസാരമുണ്ട്. മുഖ്യന്റെ വിശ്വസ്തനായ സജി ചെറിയാനെയും എതിരാളികൾ നോട്ടമിട്ടിട്ടുണ്ട്. ആയതിനാൽ തന്നെ ഇവരെ രണ്ടുപേരെയും മന്ത്രിസ്ഥാനത്ത് നിന്നും നീക്കി പകരം പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട മറ്റ് ചുമതലകളിലേക്ക് മാറ്റുമെന്നാണ് അറിയുന്നത്. മാത്രമല്ല ഷംസീറിനെ സ്പീക്കർ സ്ഥാനത്തു നിന്നും നീക്കി മുസ്ലിമിന് പ്രാതിനിധ്യം നൽകുന്നതിന് വേണ്ടി മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുമെന്നും പകരം മുൻ ആരോഗ്യമന്ത്രി KK ശൈലജ ടീച്ചറിനെ സ്പീക്കറാക്കുന്നതിലൂടെ ഈ പദവിയിൽ എത്തുന്ന ആദ്യ വനിത എന്ന ബഹുമതിയും പാർട്ടിക്ക് കിട്ടുമെന്നും ഇവർ വിശ്വസിക്കുന്നു. മാത്രമല്ല പട്ടികജാതി പട്ടിക വിഭാഗത്തിന് മന്ത്രിസഭയിൽ നിലവിൽ പ്രാതിനിധ്യമൊന്നുമില്ല. ആയതിനാൽ തന്നെ കോങ്ങോട് MLA ആയ K ശാന്തകുമാരിയെ മന്ത്രിസഭയിൽ ചിലപ്പോൾ എത്തിച്ചേക്കും. നാടാർ സമുദായത്തിന് വേണ്ടി നെയ്യാറ്റിൻകര MLA K ആൻസലേനെ കൂടി മന്ത്രിസഭയിൽ കൂട്ടുന്നത് വഴി പ്രാദേശിക മത സാമുദായിക സന്തുലനം ഉറപ്പാക്കി തിരഞ്ഞെടുപ്പിനെ നേരിടുക എന്നതാണ് പാർട്ടി തന്ത്രം. പ്രതിപക്ഷവും ഇത്തരത്തിൽ വെട്ടലും മാറ്റവും ഉൾപ്പെടുത്തലും എല്ലാം നടത്തുന്നുണ്ട്. രണ്ട് പക്ഷവും നടത്തുന്ന ഈ മാറ്റങ്ങൾ ഒടുവിൽ മറ്റൊരു തലച്ചുമടായി മാറാതിരിക്കട്ടെ.